പട്ടികളെ പരതാരികളെ ആരോടാരും പോരുമാണ് പട്ടികളെ. ശിവകുട്ടി സക്കാണ് ചോദി എണീറ്റ് പോയി പറയണ അതെടു ഇറങ്ങല്ലേ അങ്ങോട്ട് ഇറങ്ങി വെറുതെ ഇല്ല ഞാൻ ഇറങ്ങിയിട്ടില്ല അങ്ങോട്ട് പോകല്ലേ ശാന്തനാകി ആധാരാകി ഞാൻ പോണില്ല ഞാൻ എവിടെ നമ്മളടിച്ചാ എമ്മാര് കയറി വരണപ്പോ നമ്മൾ നമ്മളടിച്ചാ എമ്മാര് വരണം അപ്പൊ നമ്മൾ എന്തിനായിട്ട് മാറിയിട്ട് കൊണ്ടുപോകാൻ പറ്റൂല സഖാക്കളെ, കേരളത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമായ CPIM-നും CPIM-ന്റെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള സഖാവ് പിണറായിക്കുമെതിരായി വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന അരങ്ങേറിയിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ. CPIM-നെയും പിണറായിയെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ് നരേന്ദ്രമോദി കേന്ദ്ര ഏജൻസിയായ ED ഉപയോഗിച്ച് ഇന്ന് രാവിലെ മുതൽ 10-14 കേന്ദ്രങ്ങളിലായി റെയ്ഡ് നടത്തിക്കൊണ്ട് വരികയാണ്.
പിണറായി വിജയനുമായി ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നെല്ലാവർക്കും അറിയാം. എക്സ്ലോജിക്കിന്റെ കേസ് തന്നെ KMRL-ലുമായി ബന്ധപ്പെട്ട ഒരു കരാർ അനുസരിച്ച് 1.72 കോടി 1,72,00,000 ഉറുപ്പിക വീണ വിജയന് അവിടെ അവർക്ക് നൽകിയ KMRL-ന് നൽകിയ സേവനത്തെ അടിസ്ഥാനപ്പെടുത്തി നിയമവിധേയമായി ബാങ്ക് മുഖേന എല്ലാ ടാക്സും ഒടുക്കിക്കൊണ്ട് മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. അവർ രണ്ടുപേരും അത് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർക്കെതിരായിട്ട് കേസില്ല. വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയനാണ് എന്നുള്ളതുകൊണ്ട് കോടതികളെല്ലാം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാ കോടതികളും തള്ളിക്കളഞ്ഞ ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേന്ദ്ര നേതൃത്വമായി പ്രവർത്തിക്കുന്ന സഖാവ് പിണറായിക്കെതിരായി, അതിന്റെ രാഷ്ട്രീയ പാർട്ടിയായ CPIM-നെതിരായും കടന്നാക്രമണം നടത്താൻ ബോധപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഹൈക്കോടതിയിൽ ഇപ്പോൾ വീണ്ടും ആ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് ഒരു FIR ഉണ്ടാക്കുന്നതിന് വഴിയുള്ള തെളിവ് പോലും നമ്മുടെ മുമ്പിലില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒത്തുകളി ദൃശ്യമായിരുന്നു. ആ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ള ഉദിഷ്ട കാര്യത്തിനുള്ള ഒരു ഉപകാര സ്മരണയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. കേജ്രിവാൾ എന്നുള്ള ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തീഹാറിലടയ്ക്കാൻ വേണ്ടി എങ്ങനെയാണോ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചത്, ഗൂഢാലോചന ചെയ്തത്, അതിന്റെ മറ്റൊരു പതിപ്പാണ്
ഇന്ന് കേരളത്തിൽ അരങ്ങേറുന്നത്. പിണറായി വിജയൻ എന്നുള്ള നേതാവ് യഥാർത്ഥത്തില് തീയിൽ കുരുത്ത് അഗ്നിബാധയിലൂടെ മുന്നേറിയ ഒരു നേതാവാണ്. ഇതുപോലുള്ള ഒരുപാട് വേട്ടയാടലുകൾ കോൺഗ്രസും BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ മർദ്ദിച്ച് ഇഞ്ചപ്പരുവത്തിലാക്കി അവിടെ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ തന്നെ കേരളത്തിലെ CPM-നെ നയിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടി. അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കാത്ത കഥകളില്ല. CBI കേസ് കൊണ്ട് അദ്ദേഹത്തിനെ വേട്ടയാടാൻ ശ്രമിച്ചു. എല്ലാ കോടതികളും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ ലാവലിംഗ് കേസിന്റെ ഒരു ദൃഷ്ടാന്തം കൂടി നമ്മൾ ഓർക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ വേട്ടയാടല് എന്ന് പറയുന്നത് പിണറായി വിജയനെയോ CPM-നെയോ തളർത്താൻ വേണ്ടിയാണെങ്കിൽ അത് കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാമോഹം മാത്രമാണ്. എല്ലാ ഇച്ഛാശക്തിയോടുകൂടിയും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇടതുപക്ഷവും ശക്തിയുക്തം ഇതിനെ പ്രതിരോധിക്കും, ജനങ്ങളെ അണിനിരത്തും. ഇമാതിരി കള്ളക്കളികൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ റെയ്ഡിന്റെ പിന്നിലുള്ള യഥാർത്ഥ യജമാനന്മാരായ കോൺഗ്രസും BJPയും മനസ്സിലാക്കുന്നത് നന്ന്. ഒരു വണ്ടി പുറയിലോട്ട് വരും. കഴിഞ്ഞു. അച്ചു തകർക്കാൻ നോക്കേണ്ട, അച്ചു തകർക്കാൻ നോക്കേണ്ട. ഇല്ല ഇല്ല തകരില്ല, ഇല്ല ഇല്ല തകരില്ല. അജയ്യമാണ് ഈ പ്രസ്ഥാനം. ഇൻകുലാബ് സിന്ദാബാദ്. ഞങ്ങളുടെ പ്രിയനാം നേതാക്കളെ, ഞങ്ങളുടെ പ്രിയനാം നേതാക്കളെ